ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ ലിഫ്റ്റ് പ്രവർത്തനരഹിതമായതോടെ രോഗികൾ ദുരിതത്തിൽ. 5ാം നിലയിലെ ഡയാലിസിസ് യൂണിറ്റിലേക്ക് രോഗികളെ കസേരയിൽ ഇരുത്തിയാണ് ചുമന്നെത്തിക്കുന്നത്. രോഗിയെ കസേരയിൽ ഇരുത്തി ബന്ധുക്കൾ ചുമന്നു കയറ്റുന്നതിന്റെ ദൃശ്യങ്ങൾ മീഡിയ കൊണ്ട് ലഭിച്ചു. മുഹമ്മദ് ആഷിഖ് വിവരങ്ങളുമായി ചേരുന്നു. ആഷിഖ്, ഈ ലിഫ്റ്റ് പ്രവർത്തനരഹിതമായിട്ട് എത്ര ദിവസമായി? നമ്മളിപ്പോൾ സൂപ്രണ്ടിനുമായി ഈ വിവരം തിരക്കുന്നു. സൂപ്രണ്ട് പറയുന്നത് കഴിഞ്ഞ ശനിയാഴ്ച മുതൽ ഈ ലിഫ്റ്റ് തകരാറിലായിട്ടുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് ഇത് ശരിയാക്കാനുള്ള നിർദ്ദേശങ്ങൾ ലിഫ്റ്റ് കമ്പനിക്ക് അടക്കം നൽകുകയുണ്ടായി. എന്നാൽ ഇതേവരെ അവർ എത്തിയിട്ടില്ലാത്തതാണ് ലിഫ്റ്റ് തകരാറിലായി തന്നെ തുടരുന്നതിന് സാഹചര്യം ഉണ്ടാക്കിയത് എന്നാണ് പറയുന്നത്. ലിഫ്റ്റ് സൂപ്രണ്ട് പറയുന്നതനുസരിച്ചാണെങ്കിൽ വളരെ കാലപ്പഴക്കം ചെന്ന ലിഫ്റ്റാണ് ആശുപത്രിയിൽ നിലവിലുള്ളത്. അത് ഇടയ്ക്കിടയ്ക്ക് കംപ്ലൈന്റ് ആവുകയും ഇതേ രീതിയിൽ തന്നെ രോഗികൾ ദുരവസ്ഥയിലേക്ക് എത്തുന്ന സാഹചര്യവും ഉണ്ടായി. പ്രത്യേകിച്ച് 5ാം നിലയിൽ അടക്കം പ്രവർത്തിക്കുന്ന ഡയാലിസിസ് യൂണിറ്റുകളിലേക്ക് രോഗികളെ എത്തിക്കുന്നതിന് വലിയ പ്രയാസം നേരിടുന്ന സാഹചര്യം മുൻപും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇന്ന് രാവിലെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. ഡയാലിസിസ് യൂണിറ്റിലേക്ക് രോഗിയെ എത്തിക്കുവാൻ കഴിയാതെ വന്നതോടെ കൂടെ ഉണ്ടായിരുന്ന ബന്ധുക്കളും മറ്റ് കുടുംബാംഗങ്ങളും ചേർന്ന് ഒരു കസേരയിൽ ഇരുത്തി സ്റ്റെപ്പ് കയറ്റി മുകളിലേക്ക് ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. വലിയ ദുരിതമാണ് രോഗികൾ ഇവിടെ ജില്ലാ ആശുപത്രിയിൽ നേരിടുന്നത് എന്നാണ് രോഗികൾ അടക്കം പറയുന്നത്. മുൻപും പല ഗുരുതരമായ ആരോപണങ്ങളും ആശുപത്രിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ ഇതൊന്നും പരിഹരിക്കാതെ പോവുകയും കൂടുതൽ ദുരവസ്ഥയിലേക്ക് ആശുപത്രിയുടെ പ്രവർത്തന സാഹചര്യം മാറുന്നതാണ് നമുക്ക് പലവട്ടവും കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ലിഫ്റ്റുമായി ബന്ധപ്പെട്ട് ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിലും പഴയ കെട്ടിടത്തിലും പ്രവർത്തനം താറുമാറാകുന്നു എന്ന ആരോപണം പലപ്പോഴായി ഉയർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ലിഫ്റ്റ് ഓപ്പറേറ്റർമാർ സാങ്കേതികമായി പരിജ്ഞാനമില്ലാത്തവരാണ് എന്ന ആരോപണമാണ് പലപ്പോഴും ഈ ഉയർന്നു കേൾക്കുന്ന സാഹചര്യം. ഈ ലിഫ്റ്റ് ഓപ്പറേറ്റർമാർക്ക് വ്യക്തമായ ധാരണ ഇല്ലാത്തത് കൊണ്ട് തന്നെ കാലപ്പഴക്കം ചെന്ന ലിഫ്റ്റുകൾ തകരാറിലാവുകയും നിരന്തരം തകരാറിലാവുകയും കൃത്യസമയത്ത് പരിഹരിക്കപ്പെടാതെ പോകുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് ലിഫ്റ്റ് സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ചില സാങ്കേതിക പ്രശ്നങ്ങളാണ് എന്നാണ് ആശുപത്രി അധികൃതർ വിശദീകരിക്കുന്നത്. എങ്കിലും ദുരിതത്തിലാകുന്നത് രോഗികളും ഇവിടെ എത്തുന്ന സാധാരണക്കാരും ആണ് എന്നുള്ളതാണ്. ഇന്ന് രാവിലത്തെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. 5ാം നിലയിലെ ഡയാലിസിസ് യൂണിറ്റിലേക്ക് ഡയാലിസിസ് ചെയ്യാനെത്തിയ ഒരു വൃദ്ധയെ കസേരയിൽ ഇരുത്തി സ്റ്റെപ്പുകൾ കയറ്റി മുകളിലേക്ക് എത്തിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വന്നിട്ടുള്ളത്. അജിംസ്, ശരി. ഇടുക്കി ജില്ലാ ആശുപത്രിയിലാണ്, തൊടുപുഴ ഇടുക്കി ജില്ലാ ആശുപത്രിയിലാണ് ഈ ദുരിതം. കഴിഞ്ഞ ശനിയാഴ്ച മുതൽ ലിഫ്റ്റ് കേടായത് മൂലം രോഗികളെ 5ാം നിലയിലെ ഡയാലിസിസ് യൂണിറ്റിലേക്ക് ചുമന്നു കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് മീഡിയ വൺ ഇപ്പോൾ പുറത്തുവിടുന്നത്. നേരത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണ ദൗർലഭ്യത്തെക്കുറിച്ച് ഡോക്ടറുടെ വെളിപ്പെടുത്തലുണ്ടായതിനു ശേഷം സംസ്ഥാനത്തെ വ്യത്യസ്ത ആശുപത്രികളിൽ നിന്ന്, സർക്കാർ ആശുപത്രികളിൽ നിന്ന് ഇത്തരത്തിലുള്ള പരാതികൾ ഉയരുകയാണ്. അല്പം മുമ്പ് കേട്ടൊരു വാർത്ത, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പുതിയ കാഷ്വാലിറ്റി യൂണിറ്റിൽ തീപിടുത്തമുണ്ടായി 2 മാസമായിട്ടും തുറന്നു കൊടുത്തിട്ടില്ല. പഴയ സൗകര്യങ്ങളില്ലാത്ത കാഷ്വാലിറ്റിയിൽ രോഗികളുടെ തിക്കും തിരക്കുമാണ്. ആ ദൃശ്യവും നാം പുറത്തുവിട്ടിരുന്നു. ഇങ്ങനെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള പരാതികൾ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്.